പക്ഷേ ഇന്നലെ അൻവർ നിലമ്പൂരിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. അതിന് ഏതാണ്ട് അതേ ശൈലി പിടിച്ചുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രസംഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം നൽകിയിട്ടുള്ള സൂചന. ഇത് യഥാർത്ഥത്തിൽ ഒരു തീക്കൊള്ളി കൊണ്ട് തലയൊറിയലായി. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. അൻവറിനെ പോലുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് മതത്തെയും അതുപോലെ തന്നെ വിശ്വാസത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ചില സമീപനങ്ങൾ. അൻവർ എന്ന പേരും 5 നേരം നിസ്കരിക്കുന്നതുമാണ് എനിക്കെതിരായിട്ടുള്ള ആരോപണമെന്ന കള്ളപ്രചരണമാണ് ഇന്നലെ അദ്ദേഹം ഒരു തുരുപ്പ് ഷീട്ട് എന്നുള്ള നിലയിൽ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഇടക്കിടക്കിങ്ങനെ കാച്ചിവിട്ടത്. മലപ്പുറം ജില്ലാ സെക്രട്ടറി കാക്കി ഉടുപ്പുള്ള RSSകാരനാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ജില്ലാ സെക്രട്ടറിയുടെ അച്ഛൻ സർക്കസിലെ കോമാളിയാണ്, ആ കോമാളിയുടെ മകനാണ് ജില്ലാ സെക്രട്ടറി എന്ന് വരെ പറഞ്ഞു. ഇത് ഒരു നെഹ്റു താമസിച്ച ഒരു വീട്ടിലെ പാരമ്പര്യമുള്ള ഒരു പിതാവിൻ്റെ മകന് യോജിച്ചതാണോ ഈ പ്രയോഗങ്ങൾ? അത് അദ്ദേഹം പരിശോധിക്കേണ്ടതാണ്. ഞങ്ങളെ നഖശികാന്തം എതിർക്കുന്നതാണല്ലോ ചില സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടതാണ് ജയശങ്കർ. എല്ലാ ദിവസവും മുഖ്യമന്ത്രിക്കെതിരായിട്ട് പറയുന്നതാണ്. ആ ജയശങ്കറുടെ തലയിൽ മലം കലർത്തിയ വെള്ളമൊഴിക്കുമെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നുള്ളതറിയില്ല. ഇപ്പോൾ അവസാനം പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ കള്ളനാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു, അതുകൊണ്ടാണ് ഞാൻ പ്രകോപിതനായത് എന്നാണ്. എന്താണ് യഥാർത്ഥത്തിലുള്ള വസ്തുത? അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെ സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം നടക്കുകയാണ്. ഒന്ന് DGPയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, മറ്റൊന്ന് വിജിലൻസ് DGPയുടെ നേതൃത്വത്തിലുള്ള ടീം. ഈ 2 ടീമുകളും 4 കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് അന്വേഷിക്കുകയാണ്. ഒരന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് വരും. അതുവരെ അദ്ദേഹത്തിന് കാത്തിരിക്കാമല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രശ്നം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളിൽ സമഗ്രമായ അന്വേഷണമല്ല എന്നുള്ളതാണ്. അദ്ദേഹം 4 കാര്യങ്ങൾ ഉയർത്തിയതിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റോ മുഖ്യമന്ത്രിയോ പിന്തിരിഞ്ഞു നിന്നിട്ടുണ്ടോ? ADGP RSSുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടിക്കാഴ്ച, അതുപോലെ തന്നെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, ADGP കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വീട് വെക്കുന്ന കാര്യം, സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, ഈ 4 കാര്യങ്ങളും അദ്ദേഹം എഴുതി കൊടുത്ത കാര്യങ്ങളാണ്. ആ എഴുതി കൊടുത്ത കാര്യങ്ങളിൽ സമഗ്രമായിട്ടൊരു അന്വേഷണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വെക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബ്യൂറോക്രാറ്റുകളെ വെച്ചുകൊണ്ടാണ് അന്വേഷിപ്പിക്കുന്നത്. എന്തേ ഒരാഴ്ച കൂടി അദ്ദേഹത്തിന് കാത്തു നിന്നാൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടം? ഏത് കാര്യത്തിലാണ് അദ്ദേഹത്തെ കേരള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അപമാനിച്ചിട്ടുള്ളത്? അപ്പം ഇതിൻ്റെ പിന്നിൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണ്, ഒരു ഗൂഢാലോചനയുണ്ട്.